നമസ്കാരം. എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. നെല്ലിക്ക വൈൻ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് 1 കിലോ നെല്ലിക്കയുണ്ട്. നല്ല രീതിയിൽ കഴുകി ഇതിൻ്റെ വെള്ളം എല്ലാം തുടച്ചു വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 1 കിലോ ശർക്കരയുണ്ട്. അത് നല്ല രീതിയിൽ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ഒരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഇത് 1 ലിറ്റർ വെള്ളമുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് ഇത് കുപ്പിയിലേക്ക് ഒഴിക്കാം. ഒരു ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഈസ്റ്റാണ്, ഡ്രൈ ഈസ്റ്റാണ്. അത് നമ്മൾ ഇടുകയാണ്. ഇതിലേക്ക് 3-4-5 ഏലക്ക, അതുപോലെ തന്നെ ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, ഇത്രയും കൂടി നമ്മൾ ഇതിലിടുകയാണ്. ഇത് നുറുക്ക് ഗോതമ്പാണ്. വലിയ ഗോതമ്പാണെങ്കിൽ അതിട്ടാലും മതി. എൻ്റെ കയ്യിൽ നുറുക്ക് ഗോതമ്പാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്. ഇത് ഏകദേശം ഒരു കിലോ അല്ലേ നെല്ലിക്ക, അപ്പോൾ നമ്മുടെ കൈക്ക് ഏകദേശം ഒരു പിടുത്തം ഇട്ടാൽ മതി. അതും കൂടെ ഇതിലേക്ക് ഇടുകയാണ്. പിന്നീട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര, ഈ ശർക്കരയും ഇതിലേക്ക് നമുക്കിടാം. ശർക്കര പൊടിച്ചത് മുഴുവനും ഇട്ട് കൊടുത്തു. ഇതുപോലെ ഒരു നല്ലൊരു ഉണക്കത്തവി എടുത്തിട്ട് ഒട്ടും തന്നെ നമ്മുടെ കുപ്പിയിലോ നെല്ലിക്കയിലോ ഒന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കുക. നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് യോജിക്കട്ടെ. നല്ല രീതിയിൽ അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിത് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ഈ നെല്ലിക്ക മുഴുവനും ഇതിലേക്ക് പറക്കിയിട്ട് കൊടുക്കാം. ഇതിനകത്തൊട്ടും തന്നെ വെള്ളാംശം ഇല്ല കേട്ടോ, എല്ലാം കഴുകി തുടച്ചെടുത്തതാണ്. ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് പറക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാം നെല്ലിക്ക ഈ കുപ്പിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഒതുക്കി കൊടുക്കാം. വെള്ളം നിരക്കെ നിൽക്കത്തക്ക രീതിയിൽ ഇങ്ങനെ നെല്ലിക്ക എല്ലാം മുങ്ങി കിടക്കണം. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇത് നല്ല രീതിയിൽ നമുക്ക് അടച്ച് വയ്ക്കാം. ഇത് ഇരുട്ടുള്ള സ്ഥലത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, കറുത്ത തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കറുത്ത ബാഗ്, ഇതൊക്കെ ഈ സൂട്ടൊക്കെ മേടിക്കുമ്പോൾ കിട്ടണം, അതിലിങ്ങനെ പൊതിഞ്ഞ നമ്മൾക്ക് വയ്ക്കാം നല്ല രീതിയിൽ. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ വെച്ചിട്ട് പൊതിഞ്ഞ കറുത്ത തുണി വെച്ചോ, ഈ കറുത്ത കവറ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് നമുക്ക് സൂക്ഷിക്കാം. നമ്മുടെ നെല്ലിക്ക വൈൻ ഭരണി ഒന്ന് അഴിച്ചു നോക്കാം. ഇതുപോലെ ഒരു കറുത്ത തുണി വെച്ച് നമ്മൾ മൂടി വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉണക്ക കയ്യിലായിരിക്കണം കേട്ടോ, വെള്ളമൊന്നും ഉണ്ടാവരുത്. അടിയിൽ ശർക്കര കുറച്ചും കൂടി അലിയാനുണ്ട്. നെല്ലിക്കയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് വന്ന് കിടക്കും, അതൊക്കെ ഒന്ന് താത്തി കൊടുക്കണം. നെല്ലിക്ക നല്ല രീതിയിൽ ചുങ്ങുന്ന വരെയും ഇത് കിടക്കണം. നമുക്ക് എത്ര ദിവസം കൊണ്ട് ഇത് ചുങ്ങുമെന്ന് നോക്കാം. വീര്യം കുറവ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എടുക്കാൻ കേട്ടോ. പക്ഷെ നല്ല
നെല്ലിക്കയിൽ നിന്നൊക്കെ മുഴുവൻ ജ്യൂസും ഈ ശർക്കര നീരിലേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രം എടുക്കുന്നതാണ് നല്ലത്. ഒരാഴ്ചയോളം ഞാൻ എന്നും തന്നെ ഇളക്കിയിരുന്നു. പിന്നീട് ഇളക്കിയിട്ടില്ല, അതിന്റെ ആവശ്യമില്ല. ഒരാഴ്ച ഇളക്കിയാൽ മതി. നെല്ലിക്ക വൈൻ എന്തായെന്ന് നമുക്ക് നോക്കാം. ഇത് 90 ദിവസമായി ഇതുപോലെ ഒരു കറുത്ത തുണിയിട്ട് മൂടി വെച്ചിരിക്കുകയായിരുന്നു. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നെല്ലിക്കയൊക്കെ നല്ല രീതിയിൽ ചുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല രീതിയിൽ തുടച്ച് ഒന്ന് വെയിലത്ത് വെച്ച് എടുത്ത പാത്രമാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്ന എല്ലാ പാത്രങ്ങളും വെള്ളമയമില്ലാത്തതായിരിക്കണം. ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കാം. നമ്മളൊരു നെല്ലിക്ക എടുത്തത് അതൊന്ന് നോക്കിയാൽ ഇത് ശരിക്കും ഒരു പൊങ്ങ് പോലെ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒട്ടും തന്നെ ജലാംശം ഒന്നുമില്ല, നീരൊന്നുമില്ല. എല്ലാം ഈ ജ്യൂസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇത്രയും 90 ദിവസം ആയതുകൊണ്ടാണ് ഇതേ ലെവലിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ കളറുള്ള കുപ്പികളിലാക്കി വെക്കുന്നതാണ് വൈൻ. ഏത് വൈനാണേലും നല്ലത്. ഇതുപോലെയുള്ള കുപ്പികൾ നല്ല രീതിയിൽ കഴുകി ഉടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കുപ്പികളിലാക്കി വെക്കാം. ഈ അളവില് നമ്മൾ ഉണ്ടാക്കിയിട്ട് 2 കുപ്പി നമുക്ക് വൈൻ കിട്ടിയിട്ടുണ്ട്. 2 കുപ്പി വൈൻ. ഇത് നെല്ലിക്ക വൈനാണ്. ഇതൊരു ഔഷധമായിട്ട് തന്നെ ഉപയോഗിക്കണം. വൈനാണെന്ന് വിചാരിച്ച് 1-2 ഗ്ലാസ് 2-3 ഗ്ലാസ് ഒന്നും ഒരു ദിവസം എടുത്ത് കഴിച്ചേക്കരുത്. അങ്ങനെ നമ്മുടെ നെല്ലിക്ക വൈൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചെറിയ കുട്ടികളിലാണെങ്കിൽ ഇതിന്റെ പകുതി എടുത്താൽ മതി. വലിയവർക്കാണെങ്കിൽ ഈ അളവ് കഴിച്ചാൽ മതി. ഒരു ദിവസം ഈ അളവ് കഴിക്കാവുള്ളൂ. ഇത് ഒരുപാട് പോഷകങ്ങൾ ഉള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.